സൗത്ത് ഡൽഹിയിലെ നബ്സരാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വരികയാണ്. ഒരു 6:53 ആയപ്പോഴായിരുന്നു ആ കോൾ വന്നിരുന്നത്. 20 വയസ്സുള്ള അർജുൻ എന്ന് പറയുന്ന യുവാവായിരുന്നു ആ കോൾ ചെയ്തത്. ആ കോൾ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ തൻ്റെ പതിവ് പോലെ ജോഗിങ്ങിനും അതുപോലെ തന്നെ ജിമ്മിലെ പ്രാക്ടീസിനും വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും 5:30 പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം തിരികെ വന്ന സമയത്ത് തൻ്റെ വീട്ടിലെ എല്ലാവരും മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഉടനെ തന്നെ പോലീസുകാർ അവിടേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ പതിവ് പോലെ ക്രൈം സീനിലൊക്കെ കാണുന്നത് പോലെ ഒരുപാടധികം ആൾക്കാരും ബന്ധുക്കളൊക്കെ കൂടി നിൽക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ആ ബോഡികളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് മനസ്സിലായത് ആ ബോഡിയുടെ എല്ലാം, അതായത് ആ മരിച്ചു കിടക്കുന്ന 3 പേരുടെയും ശരീരത്തിൽ കഴുത്തിലാണ് കുത്ത് ആദ്യം കിട്ടിയിരിക്കുന്നത് പോലെയാണ്. അതിനുശേഷം ശരീരത്തിൽ അനേകം കുത്തുകളായിരുന്നു, കത്തി കൊണ്ടുള്ള ഒരു കുത്തായിരുന്നു ആ ശരീരത്തിൽ പല ഭാഗത്തായിട്ടുണ്ടായിരുന്നത്. 53 വയസ്സുള്ള രാജേഷ്, 46 വയസ്സുള്ള കോമൾ, 23 വയസ്സുള്ള കവിത എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നിരുന്നത്. അവരുടെ ഇളയ മകനായിട്ടുള്ള രാജേഷിൻ്റെയും കോമളിൻ്റെയും ഇളയ മകനായിട്ടുള്ള അർജുനായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമേ ഈ ബോഡികൾ കണ്ടിട്ടുണ്ടായിരുന്നതും ഈ അർജുൻ എന്ന് പറയുന്ന പയ്യനായിരുന്നു. മാത്രവുമല്ല, ഈ മരണപ്പെട്ട ഡിസംബർ മാസം 4-ാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത്, 2024. ആ 2024 ഡിസംബർ മാസം 4-ാം തീയതി ഈ കോമളിൻ്റെയും രാജേഷിൻ്റെയും വിവാഹ വാർഷികം ആഘോഷിക്കാനിട്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും നടന്നിട്ടുള്ള ഒരു ക്രൈമാണോ ഇതെന്നുള്ള രീതിയിലായിരുന്നു പോലീസുകാർ ആദ്യം ആ കേസ് അന്വേഷിച്ചിരുന്നത്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലായെന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്നും ഒന്നും തന്നെ കളവ് പോയിട്ടില്ല. ഉപകരണങ്ങളോ സ്വർണമോ പൈസയോ ഒന്നും തന്നെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് കളവ് പോയിട്ടില്ല. മാത്രവുമല്ല, ആ വീട് വാതിൽ ബലമായിട്ട് തുറന്നതിൻ്റെ യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും ഇല്ലായിരുന്നു. ആ വീട്ടിലൊരു പിടിവലി നടന്നതിൻ്റെയോ ഒരു ആക്രമണം ഉണ്ടായതിൻ്റേതായിട്ടുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും ആ വീട്ടിൽ നിന്നും ആ പോലീസുകാർക്ക് കിട്ടിയിരുന്നില്ല. പോലീസുകാർ പരിസരത്തൊക്കെ അന്വേഷിച്ച സമയത്ത് മനസ്സിലായതും ആ വീട്ടിലെല്ലാവരും അത്യാവശ്യം നല്ല സ്നേഹത്തോടെ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഈ ഫാമിലി നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. ഒരു തരത്തിലുള്ള കുഴപ്പവും ആ കുടുംബത്തിനുണ്ടായിരുന്നതായിട്ട് പോലീസുകാർക്ക് അറിയാൻ സാധിച്ചില്ല കേസ് അന്വേഷണത്തിൻ്റെ ഭാഗത്തിൽ. ഈ അർജുൻ എന്ന് പറയുന്നത് ഒരു ബോക്സറാണ്. മാത്രമല്ല, ജിമ്മിൽ ട്രെയിനിങ് ചെയ്യുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഈ അർജുൻ എന്ന് പറയുന്ന 20 വയസ്സുകാരൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഈ അർജുൻ എന്ന് പറയുന്നത്. വീട്ടിലെ ഇളയ കുട്ടി ആയതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കൊക്കെ ഈ അർജുനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ചെല്ലക്കുട്ടിയായിട്ടായിരുന്നു ഈ അർജുൻ വളർന്നു വന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഈ പോലീസുകാർ ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്താണ് ഈ പോലീസുകാർക്ക് ഒരു സംശയം തോന്നിയത്. ഈ വീട്ടിലേക്ക് ആരും അതിക്രമിച്ച് കയറിയിട്ടില്ല. മാത്രവുമല്ല, ഈ വീട്ടിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഈ വീട്ടിലെ 3 അംഗങ്ങളും മരണപ്പെട്ട് കിടപ്പുണ്ട്. അതിൻ്റെ അന്നേ ദിവസം, ഇവർ മരണപ്പെടുന്നതിൻ്റെ അന്നേ ദിവസം ഈ മരിച്ച രാജേഷിൻ്റെയും കോമളിൻ്റെയും വിവാഹ വാർഷികവുമായിരുന്നു. ഈ അർജുൻ എന്ന് പറയുന്ന 20 വയസ്സുകാരൻ തൻ്റെ അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ടാണ് പുറത്തേക്ക് പോയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് ഈ മരണപ്പെട്ട അവസ്ഥയിൽ ഇവരെ കാണുന്നത്. ആകെ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു അർജുൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരുപാടൊന്നും ചോദ്യം ചെയ്യാൻ അർജുൻ്റെ അടുത്ത് സാധിച്ചിരുന്നില്ല. കാരണം പറയുന്ന കാര്യങ്ങൾ പലതും പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു തുടക്കം മുതലേ പോലീസുകാർക്ക് തോന്നിയിരുന്നത്. പോലീസുകാർ ആദ്യം കരുതിയിരുന്നത് ഒരു പക്ഷേ ഈ അർജുൻ ഈ സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ഭയന്നിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് എന്നായിരുന്നു പോലീസുകാർ കരുതിയിരുന്നത്. എന്നാൽ പോലീസുകാർക്ക് പോകെ ചെറിയ സംശയങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അർജുനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ വെച്ച് പോലീസുകാർ അർജുനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു പിന്നീട് അർജുൻ പറയുകയുണ്ടായത്. അപ്പോൾ പോലീസുകാർക്ക് ആകെ കൺഫ്യൂഷനായി. ഈ അർജുൻ നേരത്തെ കൊടുത്ത മൊഴിയും ഇപ്പം പറയുന്ന മൊഴിയുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ സത്യം എന്താണ് എന്നുള്ള രീതിയിലൊക്കെ പോലീസുകാർ കേസ് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അർജുനെ കാര്യമായിട്ട് തന്നെ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. അവസാനം ചോദ്യം ചെയ്യലിൻ്റെ ഒടുവിലാണ് ആ നടന്ന ക്രൂരകൃത്യം ഈ അർജുൻ പോലീസുകാരോട് പറയുന്നത്. നേരത്തെ പറഞ്ഞു, പഠിക്കാനൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഈ അർജുൻ എന്ന് പറയുന്നത്. വീട്ടിൽ അത്യാവശ്യം എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടൊരു കുട്ടിയായിരുന്നു ഈ അർജുൻ. ബന്ധുക്കൾക്കൊക്കെ ഒരുപാടധികം കാര്യമായിരുന്നു ഈ അർജുനോട്. പക്ഷേ വീട്ടിലെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. വീട്ടിൽ തൻ്റെ മൂത്ത ചേച്ചിയായിട്ടുള്ള കവിതയോടായിരുന്നു വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒരുപാടധികം സ്നേഹം ഉണ്ടായിരുന്നതായിട്ടായിരുന്നു ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നിയിരുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ അർജുൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അർജുന് ഈ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിനോട് ഭയങ്കര അധികം താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പഠിത്തത്തിൽ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. കവിതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിൽ മുന്നിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പൊതുവെ പഠിക്കാത്ത ഈ
അർജുനോട് താല്പര്യക്കുറവും കവിതയോട് കുറച്ചധികം താല്പര്യം കൂടുതലും ഉണ്ടായിരുന്നു. ഇത് അർജുൻ്റെ ഉള്ളിൽ ഒരു ഈഗോ ആയിട്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു. തൻ്റെ സ്വന്തം സഹോദരിയോട് ഒരു തീർത്താൽ തീരാത്ത ഒരു വൈരാഗ്യമായിട്ടായിരുന്നു വളർന്നു വന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് യൂണിവേഴ്സിറ്റിയിലെ എക്സാമിന് അർജുന് മാർക്ക് കുറവായി വന്നത്. ഈ കുറവായി വന്ന കാര്യം അറിഞ്ഞിട്ട് ഈ രാജേഷ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ മുൻപിൽ വെച്ച് ഇടയ്ക്ക് ഈ അർജുനെ ആണെങ്കിൽ കളിയാക്കാറും ആക്ഷേപിക്കാറും കുറ്റപ്പെടുത്താറുമുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്ക് അർജുൻ്റെ ഉള്ളിൽ അത് വല്ലാത്തൊരു വേറൊരു മാനസികാവസ്ഥയിലോട്ടായിരുന്നു അർജുനെ കൊണ്ടെത്തിച്ചത്. തൻ്റെ വീട്ടുകാരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാഴ്ചയായിട്ട് അർജുൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കോമളിൻ്റെയും രാജേഷിൻ്റെയും വിവാഹ വാർഷിക ദിനം വരുന്നത്. അപ്പോൾ അർജുൻ കരുതുകയാണ്, അന്നേ ദിവസം ഇവരെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ തൻ്റെ മേളിലേക്ക് സംശയം വരാതെ ആ ഒരു രീതിയിലായിരിക്കും കേസന്വേഷണം പോകുന്നത്. അപ്പോൾ തന്നെ പിടിക്കപ്പെടത്തില്ല. മാത്രവുമല്ല, താൻ പതിവ് പോലുള്ള കാര്യങ്ങൾ പുറത്തുപോയി വന്നതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരും തന്നെ സംശയിക്കില്ല എന്ന് അർജുൻ കരുതുകയുണ്ട്. അങ്ങനെയാണ് അർജുൻ രാവിലെ തന്നെ ഇവരെ 5:30 ആയപ്പോഴത്തെ എഴുന്നേറ്റതിന് ശേഷം ആദ്യം മുകൾ നിലയിൽ ഉണ്ടായിരുന്ന രാജേഷിനെയും കവിതയും പോയി കൊലപ്പെടുത്തുകയാണ്. കൊലപ്പെടുത്തിയതിന് ശേഷം താഴേക്ക് വരുന്ന സമയത്ത് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന കോമളിനെയാണ് ഈ അർജുൻ കാണുന്നത്. ഉടൻ തന്നെ അർജുൻ കോമളിനെയും കൊലപ്പെടുത്തുകയാണ്. ഈ രാജേഷ് എന്ന് പറയുന്നത് മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു ആർമി ഓഫീസറായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുള്ളിയുടെ കയ്യിൽ ഒരു കത്തി എപ്പോഴും ഉണ്ടായിരുന്നു, ഒരു തോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ തോക്ക് വെച്ച് എന്തായാലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നിലേക്ക് സംശയം വരും എന്ന് അറിയാവുന്ന അർജുൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തൻ്റെ അച്ഛൻ്റെ ആ ആർമി കത്തി തന്നെ ഈ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ കത്തി കൊണ്ടായിരുന്നു ഈ രാജേഷിനെയും കവിതയും കൊലപ്പെടുത്തിയതിന് ശേഷം തന്നെ സ്വന്തമായിട്ട് പ്രസവിച്ച തൻ്റെ അമ്മേനെ പോയി കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ പുറത്തേക്ക് പോവുകയാണ്. ജിം വർക്കൊക്കെ കഴിഞ്ഞു, നടത്തമൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് താൻ ആകസ്മികമായിട്ട് വന്നു കയറി കാണുന്ന കാഴ്ച പോലെയാണ് ഇവരുടെ ഈ കൊലപാതകത്തെ ഈ അർജുൻ മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചത്. പക്ഷേ പോലീസുകാരുടെ കൃത്യനിഷ്ഠമായിട്ടുള്ള നടപടിയോടുകൂടി കേസന്വേഷണത്തോടുകൂടി അർജുൻ എന്ന് പറയുന്ന ആ കൊടൂര ക്രിമിനലിനെ പോലീസുകാർ പിടിക്കുകയാണ്. ഈ സംഭവം നടന്നത് ഡിസംബർ മാസം 4-ാം തീയതി ആയിരുന്നു. എന്നാൽ അർജുനെ അറസ്റ്റ് ചെയ്തത് ഡിസംബർ മാസം 5-ാം തീയതി ആയിരുന്നു 2024. ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുൻപോട്ടുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം കൂടെ ഉണ്ടാവണം, എന്നും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും കൂട്ടരെ ബൈ.